ഇഷിക സ്റ്റോറി ഇന്നലെ പറഞ്ഞ് ഇന്ന് പറയാം. അതായത് ഇഷിക സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇഷിക ഇന്നലെ എന്നെ അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോ എന്നെ ഇഷ്ടമുള്ള പോലെ ഫീൽ ചെയ്തപ്പോ എനിക്ക് ഒരിക്കലും അവളെ തിരിച്ച് ഇഷ്ടപ്പെടാൻ പറ്റൂല. മനസ്സിലായോ? ഞാൻ വേറൊരാൾ ഇഷ്ടപ്പെട്ട് പോയി. മനസ്സിലായോ? അതാണ് ഞാൻ അതിന് എതിർത്ത് നിന്നത്. മനസ്സിലായോ? നമ്മ ഇങ്ങനെ വെറുതെ ഞാൻ പറയുന്നത് വെച്ചാല് ഇപ്പൊ ഇഷികാരനോട് ഇപ്പൊ ഞാൻ ഇഷികാനെ വീഡിയോ കോൾ ചെയ്താൽ സംസാരിക്കും. ഓക്കെ, ഞാൻ ഇങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിക്കും. കണ്ടന്റിന് വേണ്ടിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യുമായിരിക്കും. മനസ്സിലാവും ഇങ്ങനെ. പക്ഷെ സ്റ്റിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു സ്ട്രോങ് ഫീലിംഗ് ഇല്ല. അത് എനിക്ക് ആരോടും ഇല്ല. മനസ്സിലാവും. എനിക്ക് അങ്ങനെ ഇഷികാനൊന്നും ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. ആരും എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. മനസ്സിലാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഞാൻ കൊടുത്തുപോയടാ, എൻ്റെ ഹൃദയം ഞാൻ കൊടുത്തുപോയി. അപ്പം പക്ഷെ എന്ത് ചെയ്യാനും കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ എൻ്റെ സ്റ്റോറിയാണ്. ഇപ്പം അതില്ല. ഓക്കെ, വി ആർ ഫ്രണ്ട്സ്. രേണു സുധി നിനക്ക് വേണ്ടിട്ട് ഓൾഡ് തൊപ്പി തെറി വിളിക്കൂതാ. രേണു സുധി നിനക്കുള്ള മറുപടി ഓൾഡ് തൊപ്പി തരും. പറഞ്ഞു കൊടുക്ക്. ഇനി ഇതാക്കുന്ന ഞാൻ തെറി വിളിക്കൂല. ഞാൻ ഓൾഡ് തൊപ്പിനെ കൊണ്ട് തെറി വിളിപ്പിക്കും, അല്ലെങ്കിൽ സായിപ്പിനെ കൊണ്ട് തെറി വിളിപ്പിക്കും. ഇനി അപരാധം വന്നിട്ട് ഇവിടെ പറഞ്ഞു തരാം.